എത്ര പാപം ചെയ്തവരായാലും ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ രക്ഷപ്പെടാം. എന്താണ്? അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഭാഗവതത്തിലെ പ്രഹ്ലാദ ചരിതം, നരസിംഹാവതാരം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണത്. അപ്പോ ഈ കഥ പറയുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഈ ഹിരണ്യകശിപുവിന്റെ കഥയാണല്ലോ ഇവിടെ. ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ഹിരണ്യാക്ഷൻ. അപ്പൊ ഹിരണ്യാക്ഷനെ വരാഹ അവതാരമെടുത്ത ഭഗവാൻ വധിച്ചു ഭൂമി അതിന്റെ സ്ഥാനത്ത് നിർത്തിയ കഥ നമ്മൾ വരാഹ അവതാര ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഉണ്ടോ? ഭഗവാൻ വരാഹമൂർത്തി ഹിരണ്യാക്ഷനെ വധിച്ചു. അപ്പൊ തന്റെ സഹോദരനെ വധിച്ചത് ഹരി. ആ ഹരിയുടെ നെഞ്ചു കീറി രക്തമെടുത്ത് ഞാൻ എന്റെ സഹോദരന് തർപ്പണം ചെയ്യുന്നു. തർപ്പണം വെള്ളം കൊണ്ടാ ചെയ്യുക. പക്ഷെ ഹിരണ്യകശിപുവിന് ആരുടെ രക്തം എടുക്കണം? ഭഗവാന്റെ രക്തം എടുക്കണം. ആ രക്തം കൊണ്ട് ഞാൻ എന്റെ സഹോദരന് തർപ്പണം ചെയ്യും. അപ്പൊ ഹരി എങ്ങനെ പിടികിട്ടുക? ഹരിയെ പിടികിട്ടാൻ ഹരിയെ പെട്ടെന്ന് കിട്ടുന്ന ഒരാളല്ലല്ലോ. അപ്പൊ ഹരിയെ ഒന്ന് പ്രകടമാക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഹരിക്കുണ്ടാക്കണം. അപ്പൊ ഹരിയെ പ്രകോപിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒറ്റ വഴിയുള്ളൂ. എന്താണ്? നല്ലവരെയൊക്കെ ദ്രോഹിക്കുക. അപ്പൊ അതിനു വേണ്ടി ഹിരണ്യകശിപു ഒരു വഴി ചെയ്തു. ഇനി മേലാൽ എന്റെ രാജ്യത്തിൽ ആരും നാമങ്ങളൊന്നും ചൊല്ലരുത്. ഇപ്പൊ എല്ലാവർക്കും വിഷമായി, സങ്കടമായി. എന്തെങ്കിലും ഒന്ന് ചൊല്ലണ്ടേ? ചൊല്ലിക്കോ. എന്തു ചൊല്ലണം? ഹിരണ്യായ നമഃ. ഏത് ചൊല്ലണം? അതാണ് പിന്നീട് ഹെർണിയായത്. ഹിരണ്യാക്ഷൻ ആണ് തുടങ്ങി വെച്ചത്. ഹിരണ്യായ നമഃ. അങ്ങനെ അത് ചൊല്ലിച്ചു. യജ്ഞങ്ങൾ പാടില്ല, ഹോമങ്ങൾ പാടില്ല, പൂജകൾ പാടില്ല, ഒരു ധാർമ്മിക കാര്യങ്ങളും പാടില്ല, സത്സംഗങ്ങൾ പാടില്ല, ഭാഗവത സപ്താഹം പാടില്ല. എല്ലാം ബന്ദ് ചെയ്തു ഹിരണ്യകശിപു. ഒരൊറ്റ കാര്യം, ആരുടെ നാമം ചൊല്ലിക്കൊള്ളണം? ഹിരണ്യായ നമഃ. വേറൊന്നും ചൊല്ല. ജനങ്ങളെ അങ്ങനെ ശ്വാസം മുട്ടിച്ചു. ഇങ്ങനെ ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നു. ഹിരണ്യകശിപു അമ്മയെ നോക്കുമ്പോൾ അമ്മ വളരെ ദുഃഖിതയാണ്. അമ്മയുടെ മകൻ മരിച്ചൊരു ദുഃഖം ഏത് അമ്മയ്ക്കുണ്ടാവും. ഇവിടെ ഹിരണ്യകശിപു അമ്മയെ സ്വാന്തനിപ്പിക്കുന്നുണ്ട്. അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, ജനിച്ചാൽ മരണമുണ്ടല്ലോ. മരണം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കളെ സംബന്ധിച്ച് ധീരമൃത്യു എന്ന് പറയുന്ന അഭിമാനമാണ്. അമ്മ എന്തിനാ ദുഃഖിക്കുന്നത്? ആരും നമ്മുടെ സംസ്കാരം യുദ്ധം ചെയ്യില്ല, ഞങ്ങൾ യുദ്ധം ചെയ്തു മരിച്ചു. എന്നിട്ട് അമ്മയ്ക്ക് ചില തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്താ അറിയോ? അമ്മയെ, മരണം എന്ന് പറയുന്നത് ഒരാളില്ലാതെയാവല്ല. ഒരു ശരീരത്തിൽ നിന്നും അമ്മയുടെ മകൻ എവിടെ ഇല്ലാതെയത്? അല്ലെങ്കിൽ അമ്മ മകനെ കണ്ടിട്ടുണ്ടോ? നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റുമോ? നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്നത് കേവലം ശരീരത്തിന്റെ ചലനങ്ങളോ ആണോ? ഈ ശരീരത്തിലൂടെ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഞാനെന്ന ഭാവം, എൻ്റെ ചിന്തകള്, ഇത് വേറൊരാൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങളെ വേറൊരാള് കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ല ഇപ്പോഴും നിങ്ങൾക്ക്? നിങ്ങളെന്ന് പറയുന്നത് ഈ ശരീരത്തെയാണോ? ശരീരത്തിലൂടെ നിങ്ങൾ ഞാനെന്ന് പറയുന്ന നിങ്ങളിലെ ഒരു അഹംബോധമുണ്ട്. ഉണ്ടോ? ഇല്ല. ഞാനെന്നൊരു വ്യക്തി എന്ന് നിങ്ങൾ പറയുമ്പം നിങ്ങളുടെ ഒരു വ്യക്തിത്വം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആ വ്യക്തിത്വത്തെ മറ്റൊരാൾക്ക് കാണാൻ പറ്റുമോ? ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ആർക്കും ആരെയും. പിന്നെ പെണ്ണ് കണ്ടു എന്നൊക്കെ പറയുന്നത് എന്തേ കണ്ടുള്ളൂ? കല്യാണം കഴിക്കണതിന് മുമ്പ് പെണ്ണ് കാണാൻ പോവില്ലേ? എന്തേ കണ്ടിട്ടുള്ളൂ? പെണ്ണിന്റെ ഒരു ശരീരേ കണ്ടിട്ടുള്ളൂ, പെണ്ണിനെ കാണാൻ പറ്റില്ല. ഇനിയിപ്പോ ഭർത്താവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരു ദേഹം മാത്രം. അതുകൊണ്ടാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. എന്തേ കണ്ടിട്ടുള്ളൂ? ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, ദേഹത്തെ കാണാൻ പറ്റുള്ളൂ. ദേഹിയെ ആർക്കും കാണാൻ പറ്റില്ല. നിങ്ങൾ ആരും ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ചിലരെന്നെ എന്താ ഭ്രാന്തനെ പോലെ നോക്കണു. ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയുന്നത്, അല്ല സത്യമാണ് പറയണത്. ഞാൻ ചിലരുടെ നോട്ടം കണ്ടിട്ട് എനിക്കെന്തോ വട്ടുള്ള പോലെ. ഞാനൊരു പരമസത്യം നിങ്ങളോട് പറയണത്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ?
ചിലർക്ക് പറയാനൊരു വിഷമം. ഇനിയിപ്പോ ആ മനുഷ്യൻ വീട്ടിൽ ചെന്ന് എന്താ പറയാ? കണ്ടിട്ടുണ്ടോ? ഉത്തരം കിട്ടിയിട്ട് വേണം എനിക്ക് ബാക്കി പറയാൻ. നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടില്ല എന്ന് പറയരുത്. ഒരാൾക്കും ഒരാളെയും കാണാൻ പറ്റില്ല. ഏത് മാത്രമേ കാണുന്നുള്ളൂ? ദേഹത്തെ മാത്രമേ കാണുന്നുള്ളൂ. ഈ ശരീരത്തിലൂടെ സംസാരിക്കുന്ന, ചിന്തിക്കുന്ന, ആശയങ്ങൾ ചിന്തിക്കുന്ന ഒരു ഞാനെന്ന ഭാവം, ഞാനെന്ന ബോധം, ഞാനെന്ന രഹന്ത ഇല്ലേ? അതിനെ കാണാൻ ഒരാൾക്കും അവർക്ക് പറയൂ സാധിക്കുമോ? അപ്പം നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഭർത്താവ്? ഇനി വീട്ടിൽ പോയി പറയണം, ഇത്രയും കാലം ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെന്നാണ്. ഇപ്പൊ എനിക്ക് ഉറപ്പായി നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല. ഈ ജന്മം നിങ്ങൾക്ക് എന്നെ കാണാനും പറ്റില്ല, എനിക്ക് നിങ്ങളും കാണാൻ പറ്റില്ല. ഈ കാണാത്തതിനെ നിങ്ങളോർത്ത് ദുഃഖിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കാണുന്ന ശരീരം പ്രായമായി ഒരു ദിവസം അത് മണ്ണിലേക്ക് പോകും. അതതിന്റെ നിയമമാണ്. ആണോ? അപ്പൊ ഇതിലോർത്ത് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് ഇപ്പൊ പണ്ടത്തെ പോലെ നമുക്ക് ദുഃഖമില്ലാത്തത്. ഇപ്പോഴൊക്കെ മരിച്ചു പോയാൽ നമ്മൾ അടുത്ത നിമിഷം ചിന്തിക്കുന്നത് എപ്പോഴാണ് എടുക്കുന്നത് മക്കളെ എന്നാണ്. എന്നിട്ട് വേണം അടുത്ത സീരിയൽ എനിക്ക് മുടങ്ങാതെ കാണണം. കാലം മുന്നോട്ട് പോയി. പണ്ടൊക്കെ ആയിരുന്നു വീടുകളിലൊക്കെ നെഞ്ചത്തടിച്ച് അയ്യോ ഇനി ആരുമില്ലല്ലോ എനിക്ക് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് ഇല്ലേ? അപ്പൊ ആ സമയത്ത് ആരെങ്കിലും പറയാം മീനാക്ഷിയമ്മയെ വിഷമിക്കേണ്ട ഞാനുണ്ട് എന്ന്. ഓക്കെ, കരഞ്ഞു മീനാക്ഷിയമ്മയുടെ കരച്ചില്. ഇന്നിപ്പോ നമുക്ക് ഉറപ്പാണ് അങ്ങനെയൊന്നും കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത്രയേ ഉള്ളൂ, വന്നു പോയി, ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറെ കൂടിയൊക്കെ മെച്ചൂർഡായി. ഉണ്ടോ? പണ്ടത്തെ വീടുകളിലുള്ള കരച്ചിലും ബഹളമൊക്കെ ഉണ്ടോ? പഴയ കാലത്ത് ഒരുപാട് കരച്ചിലും ബഹളവും ആണോ? ഒരുപാട് ബഹളമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് അത് കുറത്തിരി അഭിനയമായിരുന്നു എന്നാണ്. കാരണം അന്നൊക്കെ ഇത്തിരി അങ്ങോട്ട് വല്ലാത്ത ഷോ കാണിക്കായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത് ഈ മരിച്ചു കിടക്കുന്ന ആള് ഭാര്യയുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ചോദിക്കുകയാണ്, എന്നാ തങ്കം നീയും കൂടെ വരണോന്ന്. ഒറ്റ ചോദ്യം ആ മരിച്ചു കിടക്കുന്ന ആള് ചോദിച്ചു എന്നിരിക്കുക. ഈ തങ്കം എന്താ പറയാറിയോ? മക്കളോട് പറയും വലിച്ചു കെട്ടടാ എന്തോ പറയണോന്ന്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഹിന്ദു മതത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കെട്ട് ഇവിടെ ഒരു കെട്ട്, ഇനി മിണ്ടി പോകരുതെന്നാണ്. ഇനി മിണ്ടിയാൽ വായ തുറന്നു പോകരുത് അല്ലേ? നമ്മുടെ ഒരു സംസ്കാരമൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഹിരണ്യകശിപു പ്രഖ്യാപിച്ചു, അമ്മയോട് പറഞ്ഞു, അമ്മ മകനെ കണ്ടിട്ടില്ല, അമ്മ ഇരുന്ന് ദുഃഖിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇതെല്ലാം ജനന മരണ ചക്രങ്ങളിലൂടെ കടന്നു പോകുന്നു. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഇതാണ് ജീവിതം. കടന്നു പോണം. അമ്മയ്ക്ക് കുറെ മനസ്സിന് ധൈര്യമൊക്കെ കിട്ടി. കാരണം മകനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഹിരണ്യകശിപു ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ആ ഹരിയെ കൊല്ലാൻ കുറച്ചുകൂടി ശക്തി വേണം, തപസ്സിന് പോകണം. അങ്ങനെ ത്രികൂടത്തിൽ തപസ്സിന് വേണ്ടി കയറി. അവിടെ 2 കാലിൽ നിന്ന് തപസ്, പിന്നെ ഒറ്റക്കാലിൽ നിന്ന് തപസ്, ഒരു വിരലിലൊക്കെ നിന്ന് തപസ് ചെയ്തു. ആ തപസ്സിന്റെ തീവ്രതയിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് വരം കൈയൊക്കെ പൊക്കിയിട്ട് അനുഗ്രഹം പ്രസീത പ്രസീത ബ്രഹ്മാവിനെ സ്തുതിച്ചു. ബ്രഹ്മാവ് ചോദിച്ചു, വരം പൃച്ഛ, ചോദിക്കൂ വരെന്താ. അപ്പൊ ഇവൻ വരം ചോദിക്കുന്നതിന് മുമ്പ് ബ്രഹ്മാവിനെ ഒന്ന് സുഖിപ്പിച്ചു, കുറെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലി. ബ്രഹ്മാവിന് വളരെ സൃഷ്ടായി. വരം വരം പൃച്ഛ. ദേവന്മാരൊക്കെ വന്നാൽ എന്താ ചോദിക്കുക? വരം. എന്താ വരം വേണ്ടത്? ഇവൻ ചോദിച്ച വരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ? എന്താ ചോദിച്ച വരങ്ങള്? ഇവനാണെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്പനി ഇതെടുക്കുന്ന എന്താ പറയാ, കവറേജ് എടുക്കുന്ന പോലെയാണ്. ഇപ്പൊ ഈ ഇൻഷുറൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ്, കിഡ്നി, ഹാർട്ട്, അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നതുപോലെ ഇവൻ കവറേജ് എടുത്തു. പകല് മരണം ഉണ്ടാവരുത്, രാത്രി ഉണ്ടാവരുത്, വീടിനകത്തുണ്ടാവരുത്, പുറത്തുണ്ടാവരുത്, എന്നെ ഭൂമിയിൽ വെച്ച് വധിക്കരുത്, ആകാശത്തിൽ വെച്ച് വധിക്കരുത്, വെള്ളത്തിൽ വെച്ച് വധിക്കരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആയുധം കൊണ്ട് കൊല്ലരുത്. ഇങ്ങനെ ഒരു കുറേ വരം. ബ്രഹ്മാവിന് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്ന് മാത്രം. കാരണം ഇവൻ ഇത്രയും വരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ ഇനി ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാൻ ഒരാൾക്കും
സാധ്യല്ല. ബ്രഹ്മാവ് പോലും പേടിച്ചു പോയിന്നാണ്. ബ്രഹ്മാവ് കുറെ പുറകോട്ട് നിന്നു. കാരണം ബ്രഹ്മാവിന് ശിവന്റെ ഒരു കഥ ഓർമ്മ വന്നു. പണ്ടൊരു അസുരൻ കഠിനമായി തപസ് ചെയ്ത് ശിവനെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുത്തി. പാവം ഭഗവാൻ പരമശിവൻ തന്റെ ഭക്തനിൽ പ്രീതനായി, ഭക്ത, ഞാൻ പ്രീതോഹം കൊഞ്ചി പറഞ്ഞു, വരം വൃച്ച. അവൻ പറഞ്ഞു, പരമശിവ, ഞാൻ അത്ര വലിയ വരൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ കാഞ്ഞിരം വേണ്ട വിട്ടു, ഞാൻ കാഞ്ഞിരമറ്റം വിട്ടു. ഞാൻ ചെറിയൊരു വരയെ ചോദിക്കുന്നുള്ളൂ. പരമശിവൻ വളരെ സന്തോഷമായി. ഓ, ഇത്ര അത്യാർത്തിയില്ലാത്ത ഒരുത്തൻ ചോദിച്ചു, എന്താ നിന്റെ വരം? എന്റെ ചൂണ്ടുവരല് കണ്ടു. ഇത് ഞാൻ ആരുടെ മൂർധാവിൽ വയ്ക്കുന്നു, അവൻ അടിച്ചു പോണെന്നും അവൻ തീർന്നു പോണെന്നും. പരമശിവൻ വിചാരിച്ചു, നല്ല ചെറിയ വര, ഈ ഇമാതിരി വരേ, അതായത് ഒരുത്തന്റെ തലയിൽ ഈ വിരല് വെച്ചാൽ അവൻ തീർന്നു പോണെന്ന്. പാവം പരമശിവൻ ഉടക്കാവ് ഭഗവാൻ എന്ത് ചെയ്യാനാ? തഥാസ്തു, ഇരിക്കട്ടെ. അപ്പൊ ഇവൻ കേരളക്കാരനാണോ എനിക്ക് സംശയമുണ്ട്. ഇവൻ ആ പരമശിവനോട്, ഭഗവാനെ ഒരു നിമിഷം, ഭഗവാൻ പോവല്ലേ, ഇനി എന്താ നിനക്ക് വേണ്ടത് ഭക്ത? ഇനി വേണ്ടതല്ല, ഇത് ടെസ്റ്റ് ചെയ്യണം എനിക്ക്, ഇത് ഏൽക്കൂ എന്നുള്ളത്. പരമശിവൻ നോക്കുമ്പോണ്ട് ഇവൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് എഴുതിട്ട് ആൾക്കാർ പുറത്തു വരില്ലേ, ഇതേപോലെ തന്റെ നേരെ വരുന്നു. നിങ്ങളൊക്കെ വോട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരിക? ഈ വിരലും ചൂണ്ടിയിട്ടാ വരിക, കാരണം മഷി ഉണങ്ങിക്കിട്ടാൻ വേണ്ടി. ഇതുപോലെ ഇവനുണ്ട്, ഈ വിരലും കൊണ്ട് പരമശിവന്റെ നേരെ. പരമശിവൻ ജീവനും കൊണ്ടൊരു ഓട്ടാണ്. ആ പാവത്തിനാണെങ്കിൽ ഓടാൻ പറ്റുമോ? പാമ്പ്, തേള്, എല്ലാ സാധനം കൂടി വെച്ച്, ശൂലവും അതിൻ്റെ ഇടയിൽ ജടയും അതിനകത്ത് ഗംഗയും. ഭഗവാൻ കഷ്ടപ്പെട്ടു. അത് ഉടുത്തിരിക്കുന്നത് മരത്തിന്റെ തോലും. ഇത് അരയിൽ ഉറക്കിയോ? ജീവനും കൊണ്ട് ഓടുകയാണ്. ആര്? പരമശിവൻ. ഇവനാണെങ്കിൽ നിക്കു ഭഗവാനെ, നിക്കു എന്ന് പറഞ്ഞിട്ട് ഇവൻ പുറയിലും. ആ സമയത്ത് ഭഗവാൻ വിഷ്ണുവിനെ സ്മരിച്ചു. അപ്പൊ ഭഗവാൻ വിഷ്ണു പ്രകടമായി, കുഞ്ഞിന്റെ ഒരു ചെറുപ്പം കുട്ടിയുടെ രൂപത്തിൽ. ഇവനെ വിളിച്ചെടോ, കൈ കൊട്ടി അവനെ വിളിച്ചു. അവൻ നിന്നു. നിനക്കെന്താ ഭ്രാന്തുണ്ട്? ശിവന്റെ പിന്നാലെ ഓടുന്നത്. നിനക്കറിയോ, പണ്ട് ദക്ഷന്റെ യാഗത്തിൽ ഈ ശിവൻ പങ്കെടുത്തപ്പോ അന്ന് ദക്ഷൻ ശപിച്ചു, കൊടുക്കുന്ന വരങ്ങളൊന്നും ഫലിക്കാതെ പോട്ടെ. അന്ന് മുതൽ നടന്ന് വരം കൊടുക്കുക, ഒന്നും ഏറ്റിട്ടില്ല. എനിക്കും തന്നിട്ട് വരാം, നോക്ക് വല്ലത് ഏൽക്കുണ്ടോ എന്ന്. ഈ പൊട്ടൻ അതുപോലെ ചെയ്തു. അവൻ ശ്രദ്ധിച്ചില്ല, അവന്റെ തലയിൽ തന്നെ വെച്ചു. വിഷ്ണു ഭഗവാൻ തലയിൽ കൈവയ്ക്കുന്നത് കണ്ട് മനസ്സിലായില്ല. അവൻ അതുപോലെ അങ്ങോട്ട് അനുകരിച്ചു. തീർന്നു, രക്ഷപ്പെട്ടു. അപ്പോഴാണ് ശിവന് ബോധം വരുന്നത്. ശിവൻ ഓടി വന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. ഭഗവാൻ പറഞ്ഞു, മേലാൽ ഇമ്മാതിരി വരം കൊടുക്കരുത്. ആ പൊട്ടൻ എവിടുത്തുകാരനാന്ന് എനിക്കറിയില്ല, കാഞ്ഞിരമറ്റാവാൻ വഴിയില്ല. ആയിരുന്നെങ്കിൽ അവൻ എന്റെ നേരെ കൊണ്ടുവരുന്നത് അവന്റെ വരല് ഇല്ലേ? അവൻ പറയണ വിഷ്ണുവിനോട്, എന്നാ ഞാൻ നോക്കട്ടെ നിന്റെ തലയിൽ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഓടേണ്ടി വരും. അവൻ പൊട്ടനായതുകൊണ്ട് അവന്റെ സ്വന്തം തലയിൽ കൈവച്ചു, രക്ഷപ്പെട്ടു നമ്മൾ രണ്ടുപേരും. ഇത് ബ്രഹ്മാവിനറിയാം. അതുകൊണ്ട് ബ്രഹ്മാവ് കുറെ മാറുന്നു. എന്നിട്ട് ഒരു തഥാസ്തു എന്ന് പറഞ്ഞു പൊങ്ങി. ഇവനാണെങ്കിൽ ഇനി മരണമില്ലല്ലോ, ഭൂമിയിലില്ല, ആകാശത്തിലില്ല, ജലത്തിലില്ല, അകത്തില്ല, പുറത്തില്ല, ആയുധം കൊണ്ട് കൊല്ലില്ല, മനുഷ്യൻ കൊല്ലില്ല, മൃഗം കൊല്ലില്ല. ഇവൻ ആ അഹങ്കാരം മൂത്തിരിക്കുമ്പോഴാണ് ഇവന്റെ വീട്ടിൽ 4ാമത്തെ പുത്രനായിട്ട് പ്രഹ്ലാദൻ ജനിക്കുന്നത്. ഹാദൻ, അനുഹ്ലാദൻ, സുഹ്ലാദൻ. ഈ കുട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോഴേ പുഞ്ചിരിച്ചിട്ടാണ് വരുന്നത്. സാധാരണ കുട്ടികൾ കരയുക. ഈ കുട്ടിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ടനക്കിക്കൊണ്ടേയിരിക്കണം. ഇതെന്താ, കുട്ടിക്ക് വല്ല പനിയും പിടിച്ചു എന്നിട്ട് വൈദ്യന്മാരെ കൊണ്ടുവന്നു. അപ്പോഴാ വൈദ്യന്മാര് പറഞ്ഞത് പനിയല്ല, നാരായണ ജപിക്കുകയാണ്. ഇതെവിടുന്ന് കിട്ടി ഈ ശത്രുവിന്റെ നാമം? ആര് പറഞ്ഞു കൊടുത്തു? കൊച്ചു കുഞ്ഞല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? വളരട്ടെ എന്ന് വിചാരിച്ചു. കുട്ടി വളരും തോറും ഈ അപകടത്തിലേക്കാണ് കുട്ടി പോകുന്നത്. കുട്ടി മുറിയിലിരുന്ന് ഇങ്ങനെ ധ്യാനത്തിലാണ്, അല്ലെങ്കിൽ കൊട്ടാരത്തിന്റെ വെളിയിൽ എവിടെയെങ്കിലും ഇറങ്ങി എവിടെയെങ്കിലും ആൽവൃക്ഷച്ചോട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെ ധ്യാനിക്കും. ഒറ്റയ്ക്ക് ഏകാന്തതയിലൊക്കെ ഇരിക്കുക. എല്ലാവരും ഇത് പറഞ്ഞ ഹിരണ്യകശിപുവിന് പേടിയാവാൻ തുടങ്ങി. ഹിരണ്യകശിപു കുട്ടി വളർന്നു വന്നപ്പം ആദ്യത്തെ എനിക്ക് തോന്നുന്നു LKG ആരംഭിച്ചത് ഈ ഹിരണ്യകശിപുവാണ്. റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ടാക്കി. ഹിരണ്യകശിപു ലോവർ പ്രൈമറി അല്ല,
ലോവർ പ്രൈമറി സ്കൂൾ എന്ന് വേണേ പറഞ്ഞു. എന്നിട്ട് കുട്ടികളെയൊക്കെ ചേർത്തി 2 അധ്യാപകരെയും വെച്ചു, ശുക്രാചാര്യരുടെ മക്കളായ ചണ്ടനെയും മർക്കൻ. ഇവർ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആസുരിക സംസ്കാരമുള്ള ജീവിതമാണ്. അതായത് ഹിരണ്യകശിവാണ് ദൈവം, ഹിരണ്യകശിവാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, ഹിരണ്യകശിവാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്, ഹിരണ്യകശു മാത്രമേ ദൈവമുള്ളൂ, ഹിരണ്യകശുവിന് മരണമില്ല. ഹിരണ്യകശുവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രഹ്ലാദനറിയ ഇതൊക്കെ പൊട്ടത്തരാണ്. ഹിരണ്യകശിവു അല്ല, തൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവായ ഒരു ഭഗവാനുണ്ട്, നാരായണനാണ്. അപ്പൊ ഒരിക്കലും ഈ അധ്യാപകർ വിചാരിച്ചു ഈ കുട്ടി ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഹിരണ്യകശിവിന്റെ മടിയിലേക്ക് ഹിരണ്യകശിവു കുട്ടിയെ പിടിച്ചിരുത്തി മടിയിലേക്ക് കവിളിലൊക്കെ തട്ടിച്ചോദിച്ചു, എന്താ നീ പഠിച്ചതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ, നന്നായി പഠിപ്പിക്കുന്നുണ്ടോ അധ്യാപകർ, ഇങ്ങനെയൊക്കെ കൊഞ്ചി ചോദിച്ചപ്പോൾ കുട്ടി കൈകുപ്പി, പറ നീ എന്താ പഠിച്ചത്. അപ്പോഴാണ് പറയുന്നത്, നാരായണ സ്മരണം, നാരായണ ഭജനം, അതാണ് ജീവിതത്തിന്റെ സാഫല്യം, ജീവിതത്തിന്റെ സഫലത. നാരായണനെ സ്മരിക്കുക, തന്റെ ശത്രുവിന്റെ നാമം. കുട്ടിയെടുത്തൊരൊറ്റയേറാൻ, എവിടുന്നാടാ നിനക്കത് കിട്ടിയത്, ആരാടാ ഇത് പറഞ്ഞത്, എന്റെ ശത്രുവിന്റെ നാമം ചൊല്ലാൻ. വാളൊക്കെ വലിച്ചു തൂങ്ങി. 2 അധ്യാപകരുണ്ട്, അവരെ നേരെ കാണിച്ചു കൊടുത്തു, എന്റെ കുട്ടിയെ നിങ്ങൾ വഴിതെറ്റിച്ചില്ലേ. അപ്പൊ അവര് പറഞ്ഞതൊക്കെ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന്, ഞങ്ങളിതൊന്നും പഠിപ്പിച്ചില്ല, ഞങ്ങൾ അങ്ങയുടെ കാര്യമാണ് പഠിപ്പിച്ചു. പക്ഷെ എവിടുന്ന് കിട്ടി കുട്ടിക്ക്? ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ ആരോ വരുന്നുണ്ട്. ആര് വരുന്നു? നാരദര്. അങ്ങവരാണ് ഈ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഞങ്ങളില്ലാത്ത സമയത്ത് കുട്ടിക്ക് ഇതെല്ലാം പറഞ്ഞ് കുട്ടിയുടെ തലയിൽ ഇത് ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചു. ആര്? നാരദൻ. ഇനി മേലാൽ ഒരാൾ അവിടെ വന്നു പോരുത്, നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്റെ കുട്ടി. ഭീഷണിപ്പെടുത്തിയാൽ തല ഞാൻ മാറ്റിക്കളയും. അവര് പേടിച്ചുകൊണ്ട് പിന്നെ കുട്ടിയെ അടി ഇടി തൊഴി ചവിട്ട് പറയടാ ഹിരണ്യകശിപു. കുട്ടി ഇങ്ങനെ കരഞ്ഞ് ചുണ്ടിങ്ങനെ ഇളകാതെ വയ്ക്കും. പിന്നെ കുട്ടിയെ അടിച്ച് അവര് പാകപ്പെടുത്തിന്ന് അവർക്ക് തോന്നി. അങ്ങനെ കുറച്ചു കാലമൊക്കെ കുട്ടിക്ക് ഹിരണ്യകശിപുവിന്റെ ഗമയും മഹത്വമൊക്കെ പറഞ്ഞു കൊടുത്തു. വീണ്ടും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. കുട്ടിക്ക് എന്തോ അടിയുടെ ശക്തി കൊണ്ട് മാറ്റം ഉണ്ടായി എന്നുള്ള ധാരണയും. പതിവ് പോലെ ഹിരണ്യകശിപു കുട്ടിയെ വാരിക്കൂരി മടിയിലിരുത്തി, കവിളിലൊക്കെ തട്ടി ചോദിച്ചു, അധ്യാപകർ പഠിപ്പിക്കുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ, നീ ഉൾക്കൊള്ളുന്നുണ്ടോ, എന്താ അവര് പറഞ്ഞത്, നിനക്കെന്താ മനസ്സിലായത്, നിന്റെ മനസ്സിൽ എന്താ പതിഞ്ഞത്, പറ. കുട്ടി അച്ഛന്റെ കണ്ണിലേക്ക് നോക്കി, പറ. കുട്ടി കൈകുപ്പി പറയുന്ന വരികളാണ് 7-ാം സ്കന്ധം 5-ാം അധ്യായം 24-25 ശ്ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 2 ശ്ലോകം. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേ നവലക്ഷണ ക്രിയതേ ഭഗവദ്ദത്യ തന്മന്യേ അതീതമുത്തമം. 7-ാം സ്കന്ധം 5-ാം അധ്യായം 24-25 ശ്ലോകം കിട്ടിയോ? ശ്രവണം ചൊല്ലു, കീർത്തനം ഉറക്കെ, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതാണ് ഒരു ജീവിതത്തിന്റെ സാഫല്യം. 9 പടികളിലൂടെയുള്ള യാത്ര. ഏതൊക്കെയാണ്? ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഈ പടികളിലൂടെയുള്ള യാത്ര. ഇതാണ് ജീവിതത്തിന്റെ ധന്യത, സഫലത, ജീവിതത്തിന്റെ പവിത്രത. ഇതെല്ലാം കേട്ട് ഹിരണ്യകശിപു കോപം കൊണ്ട് തന്റെ മടിയിൽ കിടന്ന കുട്ടിയെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇവൻ ജീവിച്ചാൽ അപകടമാണ്, എനിക്ക് ഭയം വരുന്നു, ഇവനായിരിക്കും എന്റെ അന്ധകൻ, എനിക്ക് തോന്നുന്നു, ഇവൻ എനിക്കൊരു ഭീഷണിയാണ്, ഇനി ഇവൻ വച്ചിരിക്കരുത്. പ്രസവിച്ച ഭാര്യ തന്റെ ഭാര്യയെ കയാതുവിന് വിളിച്ചു, ഈ കുഞ്ഞിന് ജീവിച്ചു പോരുത്, ഇവൻ എനിക്കൊരു ഭീഷണിയാണ്, കൊല്ലണം, നീ ഇവനെ കൊല്ലണം.
ആ പെറ്റ അമ്മയെ കൊണ്ട് വിഷച്ചോറ് കൊടുപ്പിച്ചു. കുട്ടി ചോദിച്ചു, എന്താ അമ്മയത്? അമ്മ കണ്ണടച്ചിട്ട് പറഞ്ഞു, എന്ത് പറയാൻ പറ്റൊരമ്മയ്ക്ക് സ്വന്തം മകന് വിഷച്ചോറ് കൊടുക്കും? ഹൃദയമൊരുക്കി അമ്മ പ്രാർത്ഥിക്കുക എന്നല്ലാതെ. ആ പ്രഹ്ലാദൻ ഒട്ടും ഭയമില്ലാതെ സ്വീകരിച്ചു. ആ കുട്ടിക്ക് വയറിളക്കം വന്നു എന്നല്ലാതെ വിഷമൊന്നും പിടിച്ചില്ല. വയറിന് കുറച്ച് പ്രശ്നം ഉണ്ടായി എന്നല്ലാതെ കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ പേടി ഹിരണ്യകശിപുവിന്. അങ്ങനെയൊന്നും കുട്ടി മരിക്കില്ല. പിന്നെയാണ് കുട്ടിയെ കൊല്ലാൻ ആദ്യം കൊട്ടേഷൻ സംഘത്തെ വെച്ചത് ഹിരണ്യകശിപുവാണ്. പിന്നെയാണ് ഈ ഗുണ്ടകളൊക്കെ കൊട്ടേഷൻ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിനാദ്യം ആരംഭിച്ചത് ആരാ? ഹിരണ്യകശിപു. കൊട്ടേഷൻ സംഘത്തെ വെച്ച് അവരോട് കൊന്നുവരാൻ പറഞ്ഞു. കുട്ടിയെ കൊണ്ടുപോയി. പിന്നെ നിങ്ങൾ കേട്ട കഥകളാണ്. മലയുടെ മുകളിൽ താഴേക്കിടുക, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. ഘോര വിഷമുള്ള പാമ്പിനെ കൊണ്ട് കൊത്തിക്കുക, കുട്ടിക്ക് വിഷമേ. പാമ്പിനെ കൊത്തില്ല, ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലാൻ നോക്കുക. ആന കാലുയർത്തി കുട്ടിയെ തൊടുന്നില്ല. അഗ്നിയിലേക്ക് ഇട്ട് നോക്കുക, അഗ്നി കെട്ടുപോവുക. കടലിലേക്ക് കെട്ടി എറിഞ്ഞു നോക്കുക, കുട്ടിയെ തിരമാല കടൽ തീരത്ത് കൊണ്ടിരുത്തുക. ഈ ഉപായങ്ങളിലൊന്നും കുട്ടി മരിച്ചില്ല എന്നാണ്. ചില അത്ഭുതങ്ങൾ മനുഷ്യനുണ്ടാവും. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഡബിൾ എർത്ത്ക്വേക്ക് വന്ന ഒരു സ്ഥലം. എവിടെയാണത്? അടുത്ത കാലത്ത് സൗത്ത് അമേരിക്കയിൽ എവിടെയാണ് സ്ഥലം? വെനൻസുല. ഡബിൾ എർത്ത്ക്വേക്ക്. ഒരു കുട്ടി ഈ എർത്ത്ക്വേക്കിലെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ എത്രയോ അടിയിൽ കിടക്കുകയാണ്. എന്തോ അതിന്റെ മുകളിൽ സ്ലാബ് വന്ന് വീഴാതെ കിടന്നുകൊണ്ട് അത് രക്ഷപ്പെട്ടു. അതെങ്ങനെ ആ കുട്ടി അത്ഭുതത്തിൽ രക്ഷപ്പെട്ടു എന്ന് ഇവർക്കും അറിയില്ല. അപ്പൊ ആ കുട്ടിക്ക് വലിയൊരു ദിവ്യത്വം കൊടുത്തിരിക്കുകയാണ് അവര്. ഇത്രയും വലിയൊരു ഡിസാസ്റ്ററിൽ നിന്ന് ആ കുട്ടി, ആരെങ്കിലും വായിച്ചു അത്? ഒരു മാസം 2 മാസത്തെ ആയിട്ടുള്ള വലിയ ദുരന്തം നടന്നിട്ട് രക്ഷപ്പെട്ട ഒരു കുട്ടി അതിന്. ഇതുപോലെ പ്രഹ്ലാദിന് ഒരുപാട് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ. പക്ഷെ പ്രഹ്ലാദൻ അതിലെല്ലാം രക്ഷപ്പെട്ടു. കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു കിങ്കരന്മാര്. രാജൻ, ഈ കുട്ടിയെ കൊല്ലാൻ ഞങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്തോ ഒരു ശക്തി കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് പേടി വരുന്നു, ഭയം വരുന്നു. രാജൻ, ഞങ്ങളെ കൊന്നോളൂ, ഈ കുട്ടിയെ കൊല്ലണ്ട. ഈ കുട്ടിയിൽ എന്തോ ഒരു ദിവ്യത്വം ഉണ്ട്. അരുത് രാജൻ, ഈ കുട്ടിയെ കൊല്ലരുത്, ഞങ്ങളെ കൊന്നോളൂ, ഞങ്ങൾ മരിച്ചോളാം. രാജാവിന് പേടി. ഹിരണ്യകശിപു വാളെടുത്തു. ഇനി ഇവനെ കൊല്ലാൻ ആരുമില്ല, ഞാൻ തന്നെ ഇവനെ വെട്ടിക്കൊന്നേക്കാം. അപ്പോഴേക്കും ഗുരുക്കന്മാർ ഒരവസരം കൂടി തന്നേക്കൂ. കൊണ്ടുപോയി ഗുരുകുലത്തില്. ഒരു ദിവസം ഗുരുക്കന്മാരില്ലാത്ത സമയം നോക്കി ഈ കുട്ടി മറ്റു കുട്ടികൾക്ക് ഉപദേശിക്കുന്ന അതിഗംഭീരമായ ഭാഗമാണ് 6ഉം 7ഉം അധ്യായം. കുട്ടികളോട് പറയണ, കുട്ടികളെ, ഞാൻ കടന്നുപോയ ഇത്രയും വലിയ ട്രോമ, ഇന്നതിന് ട്രോമ എന്നല്ലേ പറയുക, മെന്റൽ ട്രോമ. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ പോലും ഞാൻ തളരാതെ പിടിച്ചു നിന്നത് എൻ്റെ ജീവിതത്തിന്റെ അനുഷ്ഠാന ശക്തിയാണ്. അതുകൊണ്ട് കൗമാര ആചരി പ്രജ്ഞാ ധർമ്മൻ ഭാഗവതാനിക. 7-ാം സ്കന്ധം 6-ാം അധ്യായം 1-ാം ശ്ലോകം. കൗമാര ആചരി പ്രജ്ഞാ ധർമ്മൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്തുതം യഥാഹി പുരുഷസേഹ വിഷ്ണു പാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയാത്മേശ്വര സുഹൃത. കുട്ടികളെ, നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ ആത്മവൈഭവം, നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങൾ അറിയുന്നില്ല. ഈ ഹിരണ്യകശിപുവിന്റെ പേര് പറഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങൾ നാരായണ നാമം ജപിക്കും, നിങ്ങൾ ജപിക്കൂ. ഞാൻ നാരായണ നാമം എന്ന് പറഞ്ഞാൽ നാരായണൻ തന്നെ ജപിക്കണം എന്നല്ല. ഏതെങ്കിലും ഒരു ഇഷ്ടമന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് മനോബലവും ശക്തിയും തരും. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല കുട്ടികളെ. അതുകൊണ്ട് നിങ്ങളുടെ ജന്മം വൃഥാവിലാവരുത്. ഈ ഹിരണ്യകശിപു എന്നൊന്നും പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ആരാവട്ടെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പരിവർത്തനം വരുത്താം. അതിനെന്തേ വേണ്ടു? നിങ്ങളുടെ മനസ്സിന്റെ അർപ്പണം ആത്മാർത്ഥമായി നിങ്ങൾ അനുഷ്ഠിക്കുക. നിങ്ങൾ രക്ഷപ്പെടും. ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന വരികൾ നോക്കൂ നിങ്ങൾ. ദേവോസ്വരോ മനുഷ്യോവാം യക്ഷോ ഗന്ധർവയേവചാം ഭജൻ മുകുന്ദചരണം സ്വസ്തി മൻസ്യൽ യഥാഭയം നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോ നിജ്യാന ശൗചം ന വ്രതാനി ച പ്രിയതേ അമലയാ ഭക്ത്യാ ഹരീരന്യൽ വിടംബനം തദോ ഹരോ ഭഗവതി ഭക്തിം കുരുത ദാനവ ആത്മോപമ്യേന സർവത്ര
സർവഭൂതാത്മനീശ്വരേ ധൈതേയ യക്ഷരക്ഷാംസി ക്ഷയശൂദ്രാവൃജൗകസ ഗകാമൃഗ പാപജീവ സന്ധിയച്യുതം ഗത. ഏത് ജന്മമാവട്ടെ എന്നാ പറയുന്നത്. നിങ്ങൾ ഏത് ജന്മമാവട്ടെ, പാപജീവ, എത്ര പാപം ചെയ്തവരായാലും ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ രക്ഷപ്പെടാം. എന്താണ്? നാമത്തിൽ മനസ്സർപ്പിച്ച് ഉറപ്പിച്ചു പോയാൽ രക്ഷപ്പെടാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഒന്ന് എനിക്ക് പറയാണോ, ഏതാവാനേവലോകേസ്മിൻ പുംസസ്വാർത്ഥപരസ്മൃത ഏകാന്തഭക്തിർ ഗോവിന്ദേ സർവത്ര തദീക്ഷണം. ഏകാന്തഭക്തിർ ഗോവിന്ദേ സർവത്ര തദീക്ഷണം. ഇതാണ് കുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. ആ കുട്ടികൾക്ക് മനസ്സിലായി, കുട്ടി ഇത്രയും അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ദൈവികമായ ശക്തിയാണ്. അതുകൊണ്ട് നമ്മളും ജപിക്കണം. അവരെല്ലാവരും നാരായണ 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 ആ നാമജപത്തിൽ അങ്ങോട്ട് മുഴുകി. ഹിരണ്യകശിപു നിശ്ചയിച്ച അധ്യാപകർ കയറി വന്നു. അവരലറി, നിർത്തട, ആരാ ഈ നാരായണ ജപിക്കുന്നത്? ആരാ നിങ്ങൾക്ക് പറഞ്ഞത്? എല്ലാവരും മൈൻഡ് ചെയ്യാതെ അടിച്ചു ചൊല്ലാൻ തുടങ്ങി. എല്ലാവരും നാരായണ നാരായണ. അധ്യാപകർ അലറിയാലും കുഴപ്പമില്ല, കാര്യം ഈ അധ്യാപകർ പറയുന്നത് നുണയാണ്, പ്രഹ്ലാദൻ പറയുന്നതാണ് ശരിയെന്ന് ആ കുട്ടികൾക്കൊരു തോന്നല്. അപ്പൊ ഈ അധ്യാപകർക്ക് പേടി, അയ്യോ ഈ കുട്ടികളെ മുഴുവൻ ഇനി നാരായണ ചൊല്ലിയ രാജാവ് ഞങ്ങളെ കൊല്ലും. അവരെന്ത് വെച്ചാൽ ആ പ്രഹ്ലാദനെ കടന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അടിയോടടി നേരെ ഹിരണ്യകശിപുവിന്റെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, കുലാന്തകൻ, വംശനാശകൻ, ജീവശവം, കൊല്ലുരാജൻ, ഇവൻ നന്നാവില്ല. ഇവൻ നന്നായില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ നന്നാക്കിയവരെ പോലും ഇവൻ നാരായണ ഭക്തരാക്കി. ഇനി ഇവൻ ജീവിച്ചാൽ അപകടമാണ്. ഈ കുലത്തിനും അങ്ങയ്ക്കും ഇവൻ ഒരു ദോഷമാണ്. ഹിരണ്യകശിപുവിന്റെ ചുണ്ടു വിറയ്ക്കാൻ തുടങ്ങി, കൈ വിറയ്ക്കാൻ തുടങ്ങി, ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ശത്രു ഇവൻ ഇനി ജീവിച്ചിരിക്കരുത്. വാള് കയ്യിലോങ്ങി ഉറക്കലറി, എവിടുന്നാടാ നിനക്ക് ഈ ശക്തി? ആരടാ നിനക്ക് ഈ ബലം തരുന്നത്? ഇത്ര ധിക്കരിക്കാൻ നിനക്ക് എന്താ ശക്തി? മനസ്സിലായില്ല? എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുട്ടികളുടെ പ്രൊട്ടസ്റ്റ് ആദ്യം ചെയ്തത് പ്രഹ്ലാദനാണ്. അന്ന് കോക്രോച്ച് പാർട്ടി ഇല്ല എന്ന് മാത്രം. ഹിരണ്യകശിപുവിന്റെ പ്രവൃത്തിക്കെതിരെ ആദ്യം പ്രതിഷേധം ചെയ്ത കുട്ടിയാണ് ആര്? അന്ന് കോക്രോച്ച് ഇല്ല. കുട്ടി ഒറ്റയാൻ സമരം പ്രതിഷേധിക്കുക. അത് ദുർബലനായി പ്രതിഷേധിക്കല്ല. കുട്ടി ഒട്ടും വിട്ടുകൊടുത്തില്ല. അച്ഛൻ അലറുകയാണ്, ആരടാ നിനക്ക് ബലം? എവിടുന്നാടാ നിനക്ക് ശക്തി? അപ്പം ആ കുട്ടി ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, ന കേവലം മേ ഭവദസ്സരാജൻ സവൈ ബലം ബലിനം ചാവരേഷം പരാവരേമി സ്ഥിരജങ്കമായേ ബ്രഹ്മാദയോ ഏന വശം പ്രണീത. എനിക്ക് മാത്രല്ല അച്ഛാ ബലം, എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവരുടെ ഉള്ളിലും ബലമുണ്ട്. ആരുടെ ബലം? ഈശ്വരകാല ഒരു ക്രമോസോ ഓജസ്സഹസ്വത്ത ബലേന്ദ്രിയാത്മാം സയേവ വിശ്വം സൃജത് പരമസ്വശക്തിപേ സൃജത്യവത്യത്രേ ഗുണത്രയേശ. എല്ലാവരുടെ ഉള്ളിലും ഈശ്വരൻ ആത്മരൂപത്തിലുണ്ട്. പക്ഷെ പലരും അറിയുന്നില്ല, കാണുന്നില്ല. അതവരുടെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്താ പറയുക? എല്ലാവരുടെ ഉള്ളിലും ആ ഈശ്വര ശക്തിയുണ്ട്. എല്ലാവരിലും ആ ശക്തിയും ചൈതന്യവും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ മിടുക്കൊണ്ടാണോ വായു അകത്ത് കയറുന്നത്? ഈ പുറത്തുള്ള വായുവിനെ ഓക്സിജനാക്കി ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ശക്തി ഉള്ളിലില്ലേ? എന്നാ ഒന്നും വേണ്ടാത്തത് ഉണ്ടോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആക്സെപ്റ്റ് ചെയ്താൽ ഉള്ളിലൊരു ശക്തി ഉണ്ടോ? ആരുടെ ഉള്ളിലാ ഇല്ലാത്തത്? പക്ഷെ അതിന്റെ മഹിമ, അതിന്റെ മഹത്വം, അതിന്റെ വലിപ്പം, അതിന്റെ ഗരിമ, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ദിവ്യത്വം അറിയുന്നില്ല. അതുകൊണ്ട് അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, ഈ അഹങ്കാരം വിടും. തന്റെ മരണത്തിന്റെ മുന്നിൽ പോലും അച്ഛനെ ഉപദേശിക്കുകയാണ്. ജഗ്യാസുരം ഭാവമിമം ത്വമാത്മന സമം മനോദസ്സനവി വൃത്തന്തി വിദ്യുഷ ഹൃദേജിതാത്മന ഉൽപദസ്ഥിതാൽ തത്തീഹനന്ദസ്യ മഹൽ സമർപ്പണം. ജഹ്യാസുരം, അസുരഭാവം വിടൂ, മഹൽ സമർപ്പണം. നാമത്തെ സ്മരിക്കൂ. അച്ഛാ ഈശ്വര സ്മരണം ഉള്ളിലുണ്ട്.
അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. അച്ഛൻ അലറി, നിർത്തടാ, നീ എന്നെ വീണ്ടും ഭയപ്പെടുത്തേ. നീ അങ്ങനെ എന്റെ ജീവിതത്തെ അപകടത്തിലാക്കാൻ ശ്രമിക്കുകയാണോ? എന്നെ കൊല്ലാൻ, എന്നെ തൊടാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിയില്ല. ആരെന്നെ കൊല്ലുന്നു? ആർക്കെന്നെ നശിപ്പിക്കാൻ പറ്റൂ? എന്നെക്കാളും വലിയൊരു ദൈവവും ഈ ഭൂമിയിൽ ഇല്ല. നീ എന്നെ ഉപദേശിക്കണ്ട. നിന്നെ ഞാൻ ഇഞ്ചിഞ്ചിഞ്ചായി വെട്ടി നുറുക്കുമ്പോൾ ഏത് വിഷ്ണു വന്ന് രക്ഷിക്കടാ? നീ നിന്റെ വാളിനിരയാണ്. നിന്നെ ഞാൻ പുത്രനായി കാണുന്നില്ല, നിന്നെ ഞാൻ ശത്രുവായി കാണുന്നു. ഇനി നിന്റെ അന്ത്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഹിരണ്യകശിപുവിന്റെ നാക്കിൽ നിന്നൊരു ചോദ്യം വന്നു, നീ പറയുന്ന ശക്തി എവിടെയാടാ ഉള്ളത്? നീ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ശക്തി? കുട്ടി ചുറ്റും നോക്കുക. അപ്പൊ ഹിരണ്യകശിപു, എടാ ഈ തൂണിലുണ്ടടാ നിന്റെ ഈ ശക്തി. അലറിക്കൊണ്ട് പ്രഹ്ലാദൻ കൈകുപ്പിക്കൊണ്ട് പറഞ്ഞു, എവിടെയാണ് ഇല്ലാത്തത്? മണ്ണിലും വിണ്ണിലും തൂണിൽ എവിടെ ഇല്ലാത്തത്? തലകുനിക്ക് പറഞ്ഞു, അവിടെയുണ്ട്. അപ്പോഴേക്കും ആ ദേഷ്യവും ക്രോധവും സഹിക്കാൻ പറ്റാത്ത ഒരു പൊട്ടിത്തെറിയും കൊണ്ട് ഹിരണ്യകശിപു ഓടുകയാണ്. ആ തൂണിനെ നോക്കി ആ സർവ്വ ദേഷ്യവും, കുട്ടിയോടുള്ള ആ ദേഷ്യം മുഴുവൻ ആ തൂണിൽ തീർക്കുകയാണ്. കലി വന്ന അങ്ങനെയല്ലേ, കൈ കിട്ടിയിട്ട് എറിയും. ആ തൂണിനെ വെട്ടുന്നു, തൂണ് രണ്ടായി പിളരുന്നു. പിന്നെ നിങ്ങൾ കാണുന്ന ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു രംഗത്തിലേക്ക് കാണാൻ പോവാണ്. ഹിരണ്യകശിപു ചോദിക്കുന്നു, ഹിരണ്യകശിപുവാച വ്യക്തം തമ്മത്വ കാമോസി യോതി മാത്രം വികത്തസേ മുമുക്ഷൂണം ഹിമന്താത്മൻ അനുസ്യോ വിപ്ലവാഗിര യസ്ത്വയാ മന്ദവാക്യോക്തോ മദന്യോ ജഗദീശ്വര കാസോ യദിത്ര സർവത്ര കസ്മാത് സ്തംഭേന്ന ദൃശ്യതേ സോഹം വികത്തമാനസ്യ ശിരക്കായാൽ ധരാമിതേ ഗോപായേത ഹരിസ്ത്വാദ്യസ്തേ ശരണമിപ്സിതം ഏവം ദുരുക്തേ മുഹുരർദയൻ ഋഷാ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗത്യോൽപതിതോപരാസനാൽ സ്തംഭം ദദാടാടി ബലസ്വമുഷ്ടിന തദൈവ തസ്മിന്നിനതോ വിഭീഷണോ ബഭൂവ ഏനാണ്ടഘടാഹമസ്ഫുടൽ യം വൈ സ്വധിഷ്ണ്യോപഗതം ത്വജാദയ ശ്രുത്വാ സ്വദാമാപ്യമങ്കമേനിരേ സവിക്രമൻ പുത്രവധേത്സുരോജസ നിശമ്യ നിരിഹാതമപൂർവമദ്ഭുതം അന്തസ്സഭായം ന ദദശതൽപദം വിദത്യുസൂയേന സുരാരിയൂതപാം സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തം ച ഭൂതേഷു അഖിലേഷു ജാത്മനാം അദൃശ്യതാലത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായം നമൃഗം നമാനുഷം സ്തംഭേ സഭായാം മൃഗം നമാനുഷം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മള് നരസിംഹാവതാരത്തിലേക്ക് കിടക്കുകയാണ്. നരസിംഹാവതാര ആവിഷ്കാരത്തിലേക്ക് കിടക്കുകയാണ്. ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം.
നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. 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 ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. 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 ഓം നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ. പുരുഷായ മഹാത്മനേ ഹരയേ അദ്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനേ. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരയേ അദ്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനേ. ബ്രഹ്മണേ പരമാത്മനേ. ഓം നരസിംഹായ നമഃ. ഓം നരസിംഹായ നമഃ. ഓം നരസിംഹായ. നരസിംഹായ നമഃ. ഓം 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 നരസിംഹായ നമഃ.
ഓം നരസിംഹായ നമഃ ഓം നരസിംഹായ നമഃ ഓം നരസിംഹായ നമഃ ഓം ഓം നരസിംഹായ ഓം നരസിംഹായ നമോ നമഃ ഓം വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണദൃഷ്ടായ ധീമഹി തന്നോ പ്രചോദയാത് ഓം വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണദൃഷ്ടായ ധീമഹി തന്നോ നൃസിംഹഃ പ്രചോദയാത് ഉഗ്രം മഹാവീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം ഓം നരസിംഹായ നമഃ ഓം നരസിംഹായ നമഃ ഓം നരസിംഹായ നമഃ ഓം നരസിംഹായ നമഃ ഓം